എൻഡോസൾഫാൻ ദുരിതബാധിതരടക്കമുള്ള രോഗികൾ ഏറെയുള്ള കാസർഗോഡ് ബദിയടുക്കയിൽ പേരിനൊരു ബ്ലോക്ക് ആരോഗ്യ കേന്ദ്രമുണ്ട്. മികച്ച ചികിത്സ ആവശ്യമായ രോഗികൾ കടം വാങ്ങി സംസ്ഥാന അതിർത്തി കടന്നത് നിത്യകാഴ്ചയായി മാറിയെങ്കിലും നമ്മുടെ അധികാരികൾക്ക് ഇതൊന്നും കണ്ടിട്ട് ഒരു കുലുക്കവുമില്ല. കാസർഗോഡ് ബദിയടുക്കയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നാശോന്മുഖമായ കെട്ടിടമൊന്നുമില്ല. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടം തന്നെയാണ് ഇവിടുത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ കാണാൻ കഴിയുന്നത്. പക്ഷേ രോഗികൾ എത്ര എത്തിക്കഴിഞ്ഞാലും കൃത്യം 4 മണി കഴിഞ്ഞാൽ ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ അടച്ചുപൂട്ടും. അതിൻ്റെ കുറച്ച് യഥാർത്ഥ കാഴ്ചകൾ കണ്ടുവരാം. ബദിയടുക്കയിൽ ഇങ്ങനെയൊരു കെട്ടിടം തലയുയർത്തി പിടിച്ചു നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. എന്നാൽ ഈ ബ്ലോക്ക് ആരോഗ്യ കേന്ദ്രത്തിലെത്തിയാൽ കാണാൻ കഴിയുക ആരോഗ്യ പ്രവർത്തകരെക്കാൾ കൂടുതൽ പൂട്ടിയിട്ട താഴുകളാണ്. 4 പഞ്ചായത്തുകളിലെ സാധാരണക്കാർക്ക് ആശ്രയമായി മാറേണ്ട ഈ ആരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കാനും അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. സംവിധാനങ്ങളും ബിൽഡിംഗ് സ്ട്രക്ചറൊക്കെ നല്ല രീതിയിലുണ്ട്. പക്ഷേ സേവനങ്ങൾ യഥാവിധി ഏറ്റവും താഴെത്തട്ടിലുള്ള പാവങ്ങൾക്ക് കിട്ടേണ്ട ചികിത്സ ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരം. കിടത്തി ചികിത്സയിലേക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും 2022-23 വർഷം 1 വർഷം മാത്രമാണ് ഇവിടെ കിടത്തി ചികിത്സ നടത്തിയത്. കോവിഡ് കാലം വരെ കിടത്തി ചികിത്സ നടന്ന ആരോഗ്യ കേന്ദ്രത്തിൽ ഇപ്പോൾ 4 മണി കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരെ കാണാൻ കഴിയില്ല. കെട്ടിടമടക്കമുള്ള മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള ബ്ലോക്ക് ആരോഗ്യ കേന്ദ്രത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ കിടത്തി ചികിത്സ ആരംഭിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.